ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കാണുന്നത് നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടി താലിമാലയൊക്കെ ആയിട്ട് വരികയാണ്. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. ചന്ദ്രനെയും ശ്രുതിനെയും വർഷേനെയും അതുപോലെ എല്ലാരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും വന്നു എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചന്ദ്ര പറയുന്നത് നിനക്കെന്താ ഭ്രാന്താണോടാ എന്താന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതെ എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്നു കേട്ടോ. എല്ലാവരും വന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അതെ എൻ്റെ ഭാര്യ ഇവിടെ ഒരു ശപഥം ചെയ്തായിരുന്നു, അതെല്ലാവരും ഓർക്കുന്നുണ്ടോ? എൻ്റെ ഭാര്യ താലിമാല കഴുത്തിലിടണമെങ്കിൽ അത് ഞാൻ തന്നെ മേടിച്ചു കൊടുക്കണമെന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര ഒരൊറ്റ ചിരി, ഹ മനസ്സിലായി. അപ്പം നല്ല ബുദ്ധി തോന്നിയല്ലേ? എൻ്റെ കയ്യിൽ നിന്ന് മാല മേടിക്കാനായിരിക്കും നീ വന്നത്. നിന്നെ കൊണ്ട് മാല ഉണ്ടാക്കാൻ പറ്റത്തില്ലടാ. എടാ, ഡ്രൈവർ ജോലി ചെയ്ത് നീ എങ്ങനെയാടാ മാല ഉണ്ടാക്കുന്നത്? ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ. രേവതിനെ പറഞ്ഞു വിട്, ഞാൻ റൂമിൽ നിന്ന് എടുത്തു കൊടുക്കാം ആ മാല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഓ പിന്നെ ചന്ദ്രയുടെ പൂതിയെ അങ്ങ് മനസ്സിലിരിക്കട്ടെ. അതെ അതൊന്നും അല്ല, ഇത് കണ്ടോ അച്ഛാ, ദേ നോക്കിക്കേ, ഞാന് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മേടിച്ച താലിമാല എങ്ങനെയുണ്ട്? ഇത് കണ്ടത് ഞെട്ടിപ്പോയില്ലേ നമ്മുടെ ചന്ദ്ര നീ താലിമാല മേടിച്ചെന്നോ? ഞാൻ താലിമാല മേടിച്ചു. ഒരു ഡ്രൈവറായ എനിക്ക് താലിമാല മേടിക്കാനൊക്കെ പറ്റുന്ന ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ദേ കണ്ടില്ലേ, എല്ലാവരും നോക്ക്, ഇതേ ഒരു പവൻ മിച്ചമുണ്ട്, അട്ടിപ്പൊളി താലിമാല. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണെങ്കിൽ നമ്മുടെ വർഷയ്ക്കല്ല ശ്രുതിക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല കേട്ടോ. പക്ഷെ ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടാ ഇത് നല്ല കാര്യം ഏട്ടാ, അല്ലെങ്കിലും ഏടത്തിയുടെ കഴുത്തിൽ മാലയില്ലാതെ ഇരിക്കുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വന്നിട്ടുണ്ട്. പിന്നെ ഏട്ടൻ എന്ത് പറയുന്നൊന്നും അറിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഏട്ടനോട് നിർബന്ധിക്കാതിരുന്നത്. ഏട്ടന് ഇഷ്ടമുള്ളപ്പം മേടിക്കട്ടെ എന്ന് ഓർത്തപ്പം നമ്മുടെ വർഷയും പറഞ്ഞു, ഇത് നല്ല കാര്യമാണല്ലോ, രേവതി ചേച്ചിക്ക് താലിമാല കിട്ടിയില്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതെ ഇവിടെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ഡ്രൈവർ പണി ആയതുകൊണ്ട് തന്നെ താലിമാല മേടിക്കാൻ ഒരിക്കലും പറ്റില്ലെന്ന്. പക്ഷെ എൻ്റെ ഭർത്താവ് കണ്ടല്ലേ താലിമാല മേടിച്ചുകൊണ്ട് വന്നത്, എൻ്റെ ഭർത്താവ് ഡ്രൈവർ തന്നെയാ, എന്നിട്ടും എൻ്റെ ഭർത്താവിന് താലിമാല മേടിക്കാനായിട്ട് പറ്റിയില്ലോ. അതുകൊണ്ട് ഇനി ആരും ഈ ഡ്രൈവർ ജോലിനെ കുറിച്ച് അത്രയ്ക്കും താഴ്ത്തി സംസാരിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പിന്നെ അവള് വലിയ കൊമ്പത്തെ ആള് വന്നേക്കുന്നു. അവന് ഇത്തിരി പോകുന്ന ഒരു പവന്റെ താലിമാല കൊണ്ട് തന്നപ്പോ അവള് നിലത്തൊന്നുമല്ല, എടി ഇത് ഒരു പവനല്ലേ ഉള്ളൂ, 5-6 പവനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി പറഞ്ഞത്, അതെ ഒരു പവനേ ഉള്ളൂ, ഒരു പവൻ മിച്ചമുണ്ട്, വേണമെങ്കിൽ കറക്റ്റ് ഗ്രാമും മില്ലിയൊക്കെ ഞാൻ പറയാം. അല്ല ചന്ദ്രമതിക്ക് പറഞ്ഞു തരണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്രേ, അവനെ ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നപ്പം നീ അതിനെ താഴ്ത്തി കെട്ടി പറയാതെ, ഒരു പവനിപ്പം നിസ്സാര പൈസയൊന്നും അല്ല, അതും അവനെടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് മേടിക്കാനുള്ള കഴിവ് അവനുണ്ടായല്ലോ. പിന്നെ നീ എന്തിനാടി വീണ്ടും ഇവിടെ കിടന്നങ്ങോട്ട് ഉരുണ്ട് മെഴുകണത്? ഒരു കാര്യമില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞു. ഇത് കേട്ടിട്ട് ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ചില്ല. അപ്പോഴാണ് നമ്മുടെ സച്ചി പറഞ്ഞത്, അല്ല പണ്ടേ ഒരു ശപഥം ചെയ്തായിരുന്നല്ലോ ഏതോ കഥയില്, അമ്മയ്ക്ക് വേണ്ടി ഒരു മകൻ, അങ്ങനെ ഒരു ശപഥം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും ഒരു ശപഥം ഭർത്താവിന് വേണ്ടി ഒരു ഭാര്യ ചെയ്തത്. ഏതായാലും ആ ശപഥം അതങ്ങോട്ട് സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയല്ലോ, അത് തന്നെ ഏറ്റവും നല്ല കാര്യം. അതെ നീ ഒരു കാര്യം ചെയ്യ് രേവതി, ഇതങ്ങോട്ട് കഴുത്തിലിട്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതിയല്ല വർഷ പറഞ്ഞത്, അത് പിന്നെ സച്ചേട്ടൻ തന്നെ കഴുത്തിലിട്ട് കൊടുക്ക്, താലിയും കൂടി ചേർത്ത് സച്ചേട്ടൻ തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അയ്യോ അത് വേണ്ട. അപ്പൊ എല്ലാവരും ഒന്ന് അതിശയിച്ചു കൂട്ടും, അതെന്താ രേവതി നീ അങ്ങനെ പറയുന്നതെന്ന് രവീന്ദ്രനും ചോദിച്ചു. അപ്പം പറഞ്ഞു, അത് പിന്നെ ഇതങ്ങനെ വെറുതെ ഇട്ട് തരാനൊന്നും ഉള്ളതല്ല, ഇതിനൊരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോൾ ഏതായാലും സച്ചേട്ടൻ എനിക്കിത് കഴുത്തിലിട്ട് തരണ്ട, ഞാൻ പറയാം എന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അകത്തേക്ക് കയറി പോവാണ്. സച്ചി അകത്തേക്ക് കയറിപ്പോയി. ചന്ദ്ര മുറുമുറുത്ത് എങ്ങോട്ടൊക്കെയോ പോയി. ഈ സമയത്തോ നമ്മുടെ ശ്രുതിക്ക് ഒട്ടും പിടിക്കുന്നില്ല, ശ്രുതിക്ക് ഒട്ടും പിടിക്കുന്നില്ല. പിന്നെ വർഷയ്ക്കും അതുപോലെ ശ്രീകാന്തിനും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, അവർക്ക് പിടിക്കായികയില്ല, അവർക്ക് പിടിക്കേണ്ട കാര്യവുമില്ല, അവര് അവരുടേതായ കാര്യം നോക്കി ജീവിക്കുന്ന മനുഷ്യരാണല്ലോ. ഏതായാലും റൂമിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ സച്ചി ചോദിച്ചു, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? സൂപ്പർ മാലയാണോ? നീ ഉദ്ദേശിച്ച ഡിസൈൻ തന്നെയാണോ? അത് പിന്നെ സച്ചേട്ടാ, എനിക്ക് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും അറിയില്ലായിരുന്നു, ഏതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിനക്ക് ഇഷ്ടമായല്ലേ?
ആ ഏതായാലും ഞാനും വിചാരിച്ചില്ല ഇത്രയ്ക്കും പെട്ടെന്ന് മേടിക്കാൻ പറ്റുമെന്ന്. അല്ല സച്ചേട്ടൻ എവിടെന്നാ പൈസ? സച്ചേട്ടൻ എപ്പോഴും പറയാറുള്ളതല്ലേ കുറെ പ്രാരാബ്ദങ്ങള്. കാരണം വേറൊന്നുമല്ല ഞാൻ ചോദിച്ചത്, ചിട്ടി അടയ്ക്കണം, അതുപോലെ തന്നെ പലിശ കൊടുക്കണം, കാറിന്റെ CC അടയ്ക്കണം, അപ്പൊ ഒരുപാടുണ്ടല്ലോ. അപ്പൊ ഇതിനിടയിൽ എങ്ങനെയാ സച്ചേട്ടൻ ഇത് മേടിച്ചത്? സച്ചേട്ടൻ എങ്ങനെ സാധിച്ചു ഇത് മേടിക്കാന്? അതൊക്കെ സാധിച്ചു. ഈ സച്ചി വിചാരിച്ച ഇതൊക്കെ സാധിക്കുന്ന നിനക്കിപ്പൊ മനസ്സിലായില്ലേ? അല്ല സച്ചേട്ടൻ വിചാരിച്ചാൽ സാധിക്കുന്ന എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ ശപഥം എടുത്തത്. ഓഹോ, ഇനി ഇങ്ങനെ വല്ല ശപഥവും എടുത്ത് തന്നെ കുഴച്ച് കളയരുത് കേട്ടോ രേവതി എന്ന് സച്ചിൻ പറഞ്ഞു. അണ്ടു പറഞ്ഞു. രേവതി ചോദിച്ചു, സത്യം പറ സച്ചേട്ടാ, എവിടെന്നാ പൈസ കിട്ടിയത്? അത് പിന്നെ ഞാൻ വഴിയിൽ കൂടെ പോയപ്പോ ഒരു ബാഗ് എനിക്ക് കടന്നു കിട്ടി. അതിനകത്ത് ഒത്തിരി പണം ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാനങ്ങ് മേടിച്ചു. പിന്നെ സച്ചേട്ടൻ വെറുതെ നോണയൊന്നും പറയണ്ടേ. സച്ചേട്ടൻ അങ്ങനെ വഴി കിടക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് പൈസ എടുത്ത് അങ്ങനെ പൈസ കുതിമൂത്ത് അങ്ങനെ മേടിക്കുന്നെന്ന് എനിക്കറിയാം, അങ്ങനെ മേടിക്കില്ലെന്ന്. അങ്ങനെ വല്ലതും കിടന്ന് കിട്ടിയാൽ സച്ചേട്ടന് ഒന്നെങ്കിൽ അയാളെ തിരക്കി കണ്ടു പിടിച്ച് എത്ര ദിവസം എടുത്തിട്ടാണേലും അയാളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഇതിപ്പോ എന്താ, ഇതെങ്ങനെയാ? അത് പിന്നെ ഇപ്പൊ നീ അത് അറിയണ്ട എങ്ങനെയാണെന്നൊന്നും. ഏതായാലും നിന്റെ കെട്ടിയവര് കക്കും മോഷ്ടിക്കും ഇല്ലെന്ന് നിനക്കറിയാലോ. അപ്പൊ പിന്നെ അന്തസ്സായിട്ട് ഉണ്ടാക്കിയതാന്ന് അറിയാലോ. അത് പിന്നെ അറിയാം സച്ചേട്ടാ. അല്ല നീ എന്തിനാ ഇത് ഇപ്പൊ കഴുത്തിലിട്ട് തരണ്ടെന്ന് പറഞ്ഞത്? അല്ല വേറെ ആരെക്കൊണ്ടെങ്കിലും കഴുത്തിൽ ഇടിപ്പിക്കാനാണോ? സച്ചേട്ടൻ എന്താ അങ്ങനെ പറയുന്നത്? അതെ, ഞാനിത് എപ്പോഴാ കഴുത്തിലിട്ട് തരേണ്ടതെന്ന് സച്ചേട്ടനോട് പറയാം. ഏതായാലും നമുക്ക് ഇത്രയും നാളും വെയിറ്റ് ചെയ്തില്ലേ, അപ്പൊ ഈ ഒരു രാത്രിയും കൂടെ അങ്ങോട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു രാത്രിയോ? ഒരു രാത്രിയും കൂടെ. സച്ചേട്ടൻ ഇനി ആരെയും കൊല്ലാനും തല്ലാനൊന്നും പോകണ്ടാട്ടോ ഇതിന്റെ പേരും പറഞ്ഞ്. സച്ചേട്ടന്റെ കൈ വെറുതെ ഇരിക്കത്തില്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ എന്റെ കൈ വെറുതെ ഇരിക്കത്തില്ലെന്നോ? ഞാനും കൈയുമായിട്ടപ്പം ബന്ധമില്ല രേവതി. ഞാൻ വെറുതെ ഇരിക്കത്തില്ല, ഞാനൊരു തല്ലുകൊള്ളിയാന്ന് പറഞ്ഞാൽ പോരെ? അല്ല സച്ചേട്ടന്റെ കൈ തന്നെയാ ആണോ? എന്നാ പിന്നെ ഞാൻ അറിയാതെ ഈ കൈ വന്ന് നിന്റെ ദേഹത്തടിച്ചാലോ? എന്റെ കയ്യിൽ നിന്ന് മേടിക്കും സച്ചേട്ടൻ. ആണോ 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 എന്നും പറഞ്ഞ് നമ്മുടെ രേവതിയുടെ അടുത്തേക്കൊക്കെ ചെല്ലണം. അപ്പൊ അവര് തമ്മിൽ കുറച്ച് റൊമാൻസ് സീനുകളാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ. അടിപൊളി സീനുകളാണ്. രണ്ടുപേരും കണ്ണിൽ കണ്ടി നോക്കിയിരിക്കുന്നു. എന്താ പറയാ, നമ്മുടെ സച്ചി രേവതിനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മധുരകരമായ അവരുടെ ചെറിയൊരു പ്രണയ സീനുകളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, മോളെ ശ്രുതി, നീ ഇതൊക്കെ കണ്ടില്ലേ? ആ ഡ്രൈവറായ സച്ചിക്ക് എവിടെ നിന്നായിരിക്കും ഇത്രയും പൈസ ഒറ്റ ദിവസം കൊണ്ട്? അവൻ എവിടെ നിന്നായിരിക്കും ഇത് മേടിച്ചിട്ടുണ്ടായിരിക്കുക? എനിക്ക് കണ്ടിട്ടൊരു സമാധാനമില്ല. അല്ലെങ്കിൽ ഞാനും ഓർത്തു, ഡ്രൈവർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും പൈസയൊക്കെ കിട്ടുമോ അമ്മേ? എനിക്കും അതാ വല്ലാത്ത സംശയം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വേറെ എങ്ങനെയല്ല കിട്ടിയിരിക്കുന്നത്. ഇതുണ്ടല്ലോ, അവള് പൂക്കച്ചവടം നടത്തി അവള് പൈസ ഉണ്ടാക്കി സച്ചിയുടെ കൈ കൊണ്ട് കൊടുത്തതായിരിക്കും. സച്ചിയുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് അവൾ എന്ത് ചെയ്തു? മാല മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു കാണും. അത് തന്നെയാ, അവൾക്ക് പൂക്കച്ചവടത്തിൽ നല്ല ലാഭം ഉണ്ടെന്നാ തോന്നുന്നത്. മോളെ, നീ ഒരു കാര്യം ചെയ്യണം. നീ എത്രയും പെട്ടെന്ന് നീ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. നീയും നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ? നീ അവളിപ്പം മാല മേടിച്ചു, നീ വേറെ വലിയ നെക്ലേസുകളും അതുപോലെ മോതിരങ്ങളും എല്ലാം. ഇത് ഒരു പവന് എന്തുണ്ട്? മോൾ അങ്ങനെയല്ല കൊണ്ടുവരേണ്ടത്. മോള് കിലോ കണക്കിന് കൊണ്ടുവരണം. മോളുടെ മാമൻ വിചാരിച്ചാൽ അതിന് സാധിക്കുമല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി, അയ്യോ ശരിയാണല്ലോ, മാമൻ വിളിച്ചാൽ കിലോ കണക്കിന് കൊണ്ടുവരാൻ പറ്റൂലോ, എന്നത് ഇറച്ചിയും എല്ലും ഒക്കെ. ഇതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ. അപ്പൊ ചന്ദ്ര, മോളെന്താ ഓർത്തത്? ഒന്നുമില്ല. അത് പിന്നെ മാമനിപ്പം വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. ഇപ്പം വീണ്ടും എങ്ങനെയാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് മാമനെ? അത് ശരിയാണോ ആൻറ്റി? അത് ശരിയല്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. മോള് ചോദിച്ചാലേ മാമൻ തരത്തുള്ളൂ. അച്ഛൻ ഏതായാലും ഇപ്പം മോളുടെ അടുത്ത് ഇല്ലല്ലോ. അച്ഛൻ എന്തോ ബിസിനസ് ടൂറിലാണ്. അപ്പൊ പിന്നെ മാമനല്ലേ പിടിക്കാൻ പറ്റത്തുള്ളൂ. മോൾ എങ്ങനെയെങ്കിലും കുറച്ച് കിലോ കണക്കിന് സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ രേവതിനെ നമുക്ക് തോപ്പിക്കണ്ടേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. ഏതായാലും ശ്രുതി വെട്ടുപോയില്ലേ, എല്ലാം ചെന്ന് അവസാനിക്കുന്ന ലാസ്റ്റ് ശ്രുതിയുടെ മണ്ടേര. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ശ്രുതി മീരയോട് പരാതിയും പരിഭവമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ മീര കിടന്നൊരു ഒറ്റ ചിരി ഇരിച്ചിട്ട്, അല്ലെങ്കിലും എൻ്റെ പൊന്നു ശ്രുതി, ഞാൻ ഓർക്കുക നിന്റെ മാമൻ കിലോ കണക്കിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇറച്ചിയും എല്ലും ആട്ടിന്റെ തലയും, അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിനക്കതല്ല പെട്ടെന്ന് ഓർമ്മ വന്നത്? ഞാൻ സത്യം പറഞ്ഞ ഇത് തന്നെ ഓർത്ത്. നീ ചിരിക്കാതെ മീരെ, സത്യമായിട്ടും പേടിയാവുക. ഇനി എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ആകെപ്പാടെ ഇപ്പൊ എന്റെ തലയിലല്ലേ എല്ലാം കൂടെ വന്നു കയറുന്നത്. ഇനിയിപ്പൊ ഞാൻ എവിടെ നിന്ന് സ്വർണം ഒപ്പിക്കാനാ? ഇത് വല്ലാത്തൊരു പണിയായി പോയി എന്ന് പറഞ്ഞപ്പോ, ഈ പണി നീ തന്നെയല്ലേ ഒപ്പിച്ചത്? ഏതായാലും ഇവിടം കൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. നിന്റെ തല എടുത്തിട്ടേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ നിന്നെ
കടം മേടിച്ച് തെണ്ടിക്കുത്തുവാളെ എടുപ്പിക്കും. നിന്റെ ജീവിതം അവിടം കൊണ്ട് അവസാനിക്കുകയും ചെയ്യും. എന്താ മീര നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നത്? ഒരു ആശ്വാസവാക്ക് നീ പറയുന്ന ഓർത്തല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ ആശ്വാസവാക്ക് പറയാനാടി? എന്താ ആശ്വാസവാക്ക് ഞാൻ പറയും? നീ തന്നെയല്ലേ ഓരോന്ന് ഒപ്പിച്ചു വെച്ചത്. നിന്റെ അമ്മാവെന്ന് കരുതി പറഞ്ഞത് സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിക്കാന്. ഇപ്പം ദേ ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി പല കള്ളം നീ പറയുന്നു. ഇതെവിടെ ചെന്ന് നിൽക്കുന്ന സത്യം പറഞ്ഞ എന്റെ പൊന്ന് ശ്രുതി എനിക്കും അറിയില്ല. ഇനിയിപ്പോ ഇതൊന്നും തള്ളി അങ്ങനെ നീ എങ്ങനെ ഇരുന്ന് നീക്കിക്കൊണ്ടങ്ങ് പോ. പിന്നെ നിന്റെ കെട്ടിയോ നിനക്ക് പറ്റിയ ആള് തന്നെയാ, അത് പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മീര നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ബ്യൂട്ടി പാർലറിൽ വെച്ചാണ് ഇവര് സംസാരിക്കുന്നത്. ബ്യൂട്ടി പാർലറിൽ ഒരു സ്റ്റാഫ് വന്നിട്ട്, അതെ ശ്രുതി മാമിന്റെ മാമൻ വന്നിട്ടുണ്ട് എന്ന് പറയാ. മാമനോ? അപ്പൊ പെട്ടെന്ന് മീര, മാമനോ? അയാള് ബ്യൂട്ടി പാർലറിൽ വരാൻ തുടങ്ങിയോ? അയാൾക്കിട്ട് ഞാൻ കൊടുത്തിട്ട് ഉള്ളെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഏത് മാമൻ? നമ്മുടെ PA ഉണ്ടല്ലോ, നമ്മുടെ ശ്രുതിനെ ഭീഷണിപ്പെടുത്തി എല്ലാ മാസവും പൈസ മേടിക്കുന്ന നമ്മുടെ PA, പെട്ടെന്ന് പേര് ഞാൻ മറന്നു കേട്ടോ. PA ഇടയ്ക്കിടയ്ക്കല്ലേ ഇങ്ങനെ നമ്മുടെ കഥയിലേക്ക് പ്രത്യക്ഷപ്പെടുത്തുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് പേരൊക്കെ മറന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ PA കണ്ട ഉടനെ ശ്രുതി ഒരൊറ്റ ഞെട്ടി. അപ്പൊ മീര് ചോദിച്ചു, താനെന്താടോ ഇവിടെയെന്ന് ചോദിച്ചു. മാമനോ? ഏത് മാമനാണോ താന്? അത് പിന്നെ മാമൻ എന്നൊക്കെ പറഞ്ഞാലല്ലേ മേടങ്ങൾ ഇതേ അകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരത്തുള്ളൂ. അതുകൊണ്ടാ പിന്നെ ഞാൻ മാമൻ എന്നൊക്കെ അങ്ങ് പറഞ്ഞത്. അല്ല കല്യാണി, എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ സോറി കല്യാണി അല്ലല്ലോ അല്ലേ. ശ്രുതി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അതെ, ഈ മാസത്തെ പൈസ അങ്ങോട്ട് എത്തിയില്ല, അതുകൊണ്ട് കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഓടുന്നില്ല. പൈസ മേടിക്കാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ മേരി വെച്ച്, ഏത് പൈസ? എന്ത് പൈസ? ദേ തന്റെ സൂക്കേട് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ, ഇല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം താൻ അറിയും. ദേ ഞങ്ങൾ പെണ്ണുങ്ങളാ, കേസ് കൊണ്ട് കൊടുത്താ ഉണ്ടല്ലോ. ഓഹോ, അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എന്റെ പൊന്നു ശ്രുതി, ഈ പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ. ശ്രുതിക്ക് കാര്യവും വിവരവും ബോധവും ഒക്കെ ഉണ്ടോ, പക്ഷെ ഈ പെണ്ണിന് ലേശം ബോധം സൈഡിൽ കൂടെ പോയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, തനിക്ക് എന്താണോ വേണ്ടത്, താൻ എന്തിനാണോ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, ഞാൻ കാല് പിടിക്കാം. എന്തിന് വെറുതെ എന്നെ ശല്യപ്പെടുത്തുക? ആവശ്യത്തിൽ അധികം പ്രശ്നങ്ങൾ എൻ്റെ തലയ്ക്ക് ചുറ്റും കിടന്ന് ഓടുന്നുണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ഇപ്പൊ താന്. ദേ എന്റെ പൊന്നു ശ്രുതി മോളെ, നീ കാരണം ഞാൻ എന്തൊക്കെ പ്രശ്നത്തിലൂടെ പോയെന്നറിയാലോ. എൻ്റെ ഭാര്യ, എൻ്റെ മക്കള് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോയി. അവരെയൊക്കെ ഇനി തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ശല്യം ചെയ്യത്തില്ല. അതുവരെ എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. കഴിഞ്ഞ പ്രാവശ്യം 45,000 ആണ്, ഇപ്പൊ 45,000 പോരാ, ഒരു 60,000 എങ്കിലും കിട്ടണം. എത്ര ദിവസത്തിനുള്ളിൽ തരും? അത് പിന്നെ ഞാൻ ഏതായാലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ദേ ഈ മാമൻ ഒന്നുകൂടി വരേണ്ടി വരും, അല്ലെങ്കിൽ ഈ മാമൻ അങ്ങ് വരും ദേ ശ്രുതിയുടെ വീട്ടിലേക്ക്. അപ്പം ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരപ്പിയെ അങ്ങ് പോയി കേട്ടോ. ആകെപ്പാടെ പെട്ട് നിൽക്കുകയാണ് ശ്രുതി. ഇനി എവിടെ പോയി പൈസ ഉണ്ടാക്കുന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും കൂട്ടിക്കൊണ്ട് രേവതി എങ്ങോട്ടോ പോവുകയാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ രേവതി പോകുന്നത്? അത് പിന്നെ ഞാൻ ഇപ്പൊ പറയാം സച്ചേട്ടാ. നീ എന്തിനാ ഈ പുത്ത സാരിയെ കൊടുത്തേക്കുന്നേ? അത് ഞാൻ പറയാം സച്ചേട്ടാ. സച്ചേട്ടൻ വണ്ടി ഓടിക്കുക, ഞാൻ പറയുന്നിടത്തൂടെ മാത്രം സച്ചേട്ടൻ പോയാൽ മതി. നീ എന്താ എന്റെ ഗൂഗിൾ മാപ്പോ? അല്ല, ഗൂഗിളാണല്ലോ ഇപ്പൊ എല്ലാവരെയും വഴി കാണിച്ചു കൊടുക്കുന്നത്. ഗൂഗിൾ മാപ്പ് ആണോ നീ? ഇപ്പൊ തൽക്കാലം ഞാൻ സച്ചേട്ടന്റെ ഗൂഗിൾ മാപ്പ് തന്നെയാ. ഞാൻ പറയുന്ന സ്ഥലത്തൂടെ പോയാൽ മതി എന്നൊക്കെ പറയാണ്. ഇതിലും ഏകദേശം ഈ ഭാഗമൊക്കെ കാണിച്ചിട്ടായിരിക്കാം നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും നമ്മുടെ സച്ചി രേവതിയും പോകുന്നത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ ചെന്നിട്ട് അവരൊന്നും കൂടി കല്യാണം കഴിക്കാൻ പോവാണ്. അതുപോലത്തെ കിടുക്കാച്ചി സീനുകളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് നാളത്തെ വിശേഷത്തിൽ കേൾക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ മറ്റന്നാളത്തെ വിശേഷം നാളെ ഉച്ചയ്ക്ക് നമ്മൾ പറയില്ല, അതിൽ ഞാൻ പറയാമേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുകയാണ്. ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈക്കുകളാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൂടുതൽ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ലിസ്റ്റിലേക്കൊക്കെ കയറി പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ലൈക്ക് എന്ന് പറഞ്ഞ് കിടന്ന് തെണ്ടുന്നത്, ഒരു നാണവും ഇല്ലാതെ. അത് ചിലർ ചോദിക്കുന്നുണ്ട്, ഒരു നാണവും ഇല്ലല്ലോ, ലൈക്ക് തരൂ നീ ചിന്നു കിടന്ന് ചോദിക്കാനുള്ള നാണമില്ല ചോദിച്ചു മേടിക്കാമെന്ന്. കരയുന്ന കൊച്ചിനല്ലേ പാലുള്ളൂ. അപ്പൊ നമ്മൾ ചോദിച്ചു മേടിക്കേണ്ടത് ചോദിച്ചു തന്നെ മേടിക്കണം. ഞാൻ പോവും, അല്ലെങ്കിൽ ഇപ്പൊ എന്നെ എല്ലാവരും പൊങ്കാലയിടും. ടാറ്റാ ബൈ ബൈ.